ഭക്തജനങ്ങളെ ഇതിലെ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ഗോപൻകുണ്ട. അങ്ങനെ നെയ്യാറ്റിൻകരയിലെ ഗോപൻകുണ്ട അണ്ണന്റെ ആറാട്ട് കുറേ നാൾ ഇങ്ങനെ തുടർന്നു പോയതിനു ശേഷം അണ്ണൻ പിന്നീട് ചുമട്ടുതൊഴിലാളി എന്ന് പറയപ്പെടുന്നു. അതിനുശേഷം അണ്ണൻ ഗോപൻ സ്വാമിയാകുന്നു. പിന്നീട് സംഭവിക്കുന്നത് ഗോപൻ തിരുവടികളാകുന്നു. ഇപ്പം കിടക്കുന്നു. അണ്ണന്റെ മോൻ പറയുകയാണ് അണ്ണൻ ദൈവമാണ്, ഗോപൻ സ്വാമി എന്നിനി പറയരുത്, എൻ്റെ അച്ഛൻ ഇനി മുതൽ ദൈവമായി അറിയപ്പെടും. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. രാജസേനനുണ്ട്. നമ്മൾ ഈ ലോകത്ത് അച്ഛൻ ആരാണെന്ന് അറിയണം. അപ്പം അതിന് എന്താണോ ഈശ്വരൻ കണ്ടിരിക്കുന്നത് ആ മാർഗം ഈശ്വരനാണ് അത് എന്ന്. അതുകൊണ്ടാണ് ഈശ്വരൻ ആ മാർഗം വന്നുകൊണ്ടാണ് ഇത്രയും ലോകം അറിഞ്ഞത്. അപ്പം അതങ്ങനെ ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞു. അതങ്ങനെ ചെയ്യണം, നമ്മളത് ചെയ്യണം. അത് ആ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഈ ലോകം അറിഞ്ഞത്. അച്ഛനും ഈ ഈശ്വരനെ അറിഞ്ഞത് അതുകൊണ്ടാണ്, ഈ മഹാക്ഷേത്രത്തെ അറിഞ്ഞത് അതുകൊണ്ടാണ്, ഈ പ്രപഞ്ചം മൊത്തം അറിഞ്ഞില്ലേ, അതുകൊണ്ടാണ് അറിഞ്ഞത്. അല്ല, ഇപ്പോൾ സ്വാഭാവികമായി നമ്മളൊരു സാധാരണ ആൾക്കാർ മരിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ പഞ്ചായത്തിലൊക്കെ അറിയിച്ച് മരണം രജിസ്റ്റർ ചെയ്യും. അങ്ങനെ അറിയിക്കുമ്പോൾ അതൊരു നിയമപരമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പം അതുമായിട്ട് നമുക്കിപ്പം ഇന്ന് ആധികാരികമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. അതൊക്കെ ഈശ്വരനുമായിട്ടുള്ള കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഈശ്വര നിശ്ചയം പോലെ എല്ലാം നടക്കും. രണ്ടാമത് സമാധിയിരുത്തിയതിനു ശേഷം ഈ മരണം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞ് ഇതിന് അതിനുശേഷം പറയാം. സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അതിനെക്കുറിച്ചൊക്കെ പിന്നീട് പറയുന്നതായിരിക്കും. തീർത്ഥാടന കേന്ദ്രമാക്കാനുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആളുകൾ വരുന്നുണ്ടോ ഇപ്പോൾ ഇവിടെ? ഒരുപാട് തീർത്ഥാടകർ വരുന്നുണ്ട്. ഒരുപാട് പേര് തൊഴാൻ വേണ്ടിയിട്ട് എത്തുന്നുണ്ട്. ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ ഇനി ഭാവിയിൽ കൂടുതൽ ആൾക്കാർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഭഗവാൻ എന്താണോ നിശ്ചയിക്കുന്നത് തീർച്ചയായിട്ടും അത് നടക്കുന്നത്. ഗോപൻ തിരുവടികളിൽ നിന്ന് ഗോപൻ സ്വാമിമായി മാറിയ അല്ലെങ്കിൽ പുരോഗമനം പ്രാപിച്ച അവർ അച്ഛനെ കാണാൻ വേണ്ടി ദൈവത്തിനെ കാണാൻ വേണ്ടി ഒരുപാട് തീർത്ഥാടന പ്രവാഹം അവിടേക്ക് ഉണ്ടാകുന്നു എന്നാണ് മകന്റെ വിലയിരുത്തൽ. ആ വിലയിരുത്തലിന്റെ ഒരു അംശം പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ടേഴ്സ് അവിടെ എത്തിയ സമയത്ത് കാണാൻ കഴിഞ്ഞില്ല. ഒരു പൂച്ചയെ പോലും അവിടെ കണ്ടില്ലെന്നാണ് അവർ പറയുന്നതെന്ന് പറയുന്നത്. പിന്നെ എന്ത് തരത്തിലുള്ള തീർത്ഥാടന പ്രവാഹമാണ് അവിടെ ഉണ്ടായെന്ന് ഇനി മോന് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും അവർ അങ്ങനെയൊക്കെയാണല്ലോ പറയപ്പെടുന്നതെന്ന് പറയുന്നത്. ഇനി അവർക്ക് മാത്രം കാണാൻ പറ്റുന്ന ഈ പറയുന്ന ഉച്ചസ്ഥായിയിൽ എത്തുന്ന സമയത്ത്, പരകോടിയിൽ എത്തുന്ന സമയത്ത് വല്ല സംഭവിക്കുന്ന അദൃശ്യമായിട്ടുള്ള രൂപഗണങ്ങൾ മാത്രമായിട്ട് മാറുന്ന തീർത്ഥാടക പ്രവാഹമാണോ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. കാരണം അവരുടെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അമ്മച്ചിയുടെയും മക്കളുടെയും വർത്താനം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ വർത്താനം അങ്ങനെ ആയിപ്പോവും. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക. കാരണം അവരെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യുമ്പം ഇങ്ങനെ മാത്രമേ ചെയ്യാൻ കഴിയുന്നുള്ളൂ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ആൾദൈവങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അതല്ലെങ്കിൽ ഈ പറയുന്ന എങ്ങനെയാണ് കച്ചവട മാർഗത്തിലൂടെ. ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്കും അല്ലെങ്കിൽ ഈ ഒരു വിഷയം വരുന്ന സമയത്ത് തന്നെ സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ മിക്ക വീഡിയോസിലൂടെ ഇതിലൂടെ ഏകദേശം ഒരു 4-5 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ വീഡിയോയിലെല്ലാം ഞാൻ തുറന്നു പറഞ്ഞു അല്ലെങ്കിൽ ആദ്യമേ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ബിസിനസ് ട്രിക്ക് തന്നെയാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അടച്ചു പൂട്ടിയിട്ടിരുന്ന അല്ലെങ്കിൽ അവർ മാത്രം ഈ പറയുന്ന ബാക്കി പൂജകളും മറ്റും ചെയ്തിരുന്ന ഒരു ക്ഷേത്രത്തിലേക്ക് സ്വാഭാവികമായിട്ടും ഒരു ട്രസ്റ്റിൻ്റെ മേലുള്ള അല്ലാതെ അവരുടെ കീഴിൽ മാത്രം ഉണ്ടാകുന്ന ഒരു ക്ഷേത്രം എന്ന് പറയുന്ന സമയത്ത് അവിടേക്ക് വരുന്ന എല്ലാ വരവ് കണക്ക് ചെലവുകളും എല്ലാ സംഭവം അവർ തന്നെയാണ് നോക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു സംഭവം കൂടി അച്ഛൻ ഇങ്ങനൊരു സ്വാമിജിയാണ്. ആ സ്വാമിജിക്ക് പിന്നീട് ഈ പറയുന്ന സമാധി സംഭവിച്ചു. പിന്നീട് അത് വലിയൊരു സംഭവമായിട്ട് മാറുന്നു, തിരുവടികളായിട്ട് മാറുന്നു. ഇനി അത് വലിയ പുരുഷനായി മാറുന്ന സമയത്ത്, യോഗ പുരുഷനെ പോലെയൊക്കെ ആയിട്ട് മാറുന്ന സമയത്ത് അവിടെ ഒരുപാട് ഇതൊരു ബിസിനസ് ട്രിക്ക് പോലായി മാറും. കാരണം വിശ്വാസത്തെ മുതലെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ഏകദേശം ഈ ഒരു വാർത്ത വരുന്ന സമയത്ത് ഹിന്ദുക്കളിൽ പോലും നമ്മൾ കണ്ടേന്ന് പറയുന്നത് പകുതിയിലധികം ആൾക്കാരെങ്കിലും ഇതിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നവരാണ്. പക്ഷെ പിന്നീട് ഇതിന്റെ ഒരു പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തന്നെ കാണുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെ തകിടം പറഞ്ഞിട്ട് അപ്പുറത്ത് പോയി നിന്ന് അല്ല സ്വാമിജി എന്ന് വിളിച്ചുകൊണ്ട് ഹരേ ഒക്കെ വിളിച്ചുകൊണ്ട് പോണത് നമ്മൾ കണ്ടാണ്. പദയാത്ര എന്തൊക്കെയായിട്ടൊക്കെ പോണ കണ്ടാണ്. അപ്പം ഇങ്ങനെ കുറെ കാര്യങ്ങൾ, ഇത് തന്നെയാണ് ഇവിടുത്തെ വിശ്വാസം എന്ന് പറഞ്ഞാൽ. ആ വിശ്വാസത്തിലേക്ക് മതത്തെ കൂട്ടിയിണക്കാൻ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് മിണ്ടണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പോലും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. അവരുടെ വാ പൂട്ടിക്കെട്ടുന്ന അവസ്ഥയിലേക്ക് കൃത്യമായിട്ട് കൊണ്ടെത്തിക്കാനായിട്ട് ആ മക്കൾക്ക് കഴിഞ്ഞു എന്നുള്ളത് അവരെ സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ശിവലിംഗ പ്രതിഷ്ഠ എന്നൊക്കെ നടക്കുന്ന സമയത്ത് അമ്പലത്തിന്റെ പുനരുദ്ധാരണം വലിയൊരു ആഘോഷമാക്കി ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഗോളിളക്കം പോലെ തന്നെ സ്വാഭാവികമായിട്ടും ആ പുനരുദ്ധാരണമൊക്കെ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വലിയ സ്വാമിമാരടക്കം അല്ലെങ്കിൽ സ്വാമിജിമാരടക്കം ഈ പറയുന്ന സമാധി നടത്തിയതുപോലെ കുറേയധികം ആൾക്കാർ പദയാത്രയായിട്ടും അല്ലെങ്കിൽ പല തരത്തിലുള്ള യാത്രകളായിട്ടും ഈ പറയുന്ന നാമകീർത്തനങ്ങളുമായിട്ടൊക്കെ അവിടെ വരുന്ന സമയത്ത് ഇതിൽ ഹിന്ദു സംഘടനകളടക്കം പങ്കെടുക്കുന്ന സമയത്ത് അതൊരു വലിയ
വിപുലമായിട്ടുള്ളൊരു പരിപാടിയായിട്ട് മാറും. അപ്പോൾ ഒരുപാട് ആൾക്കാർ, ഒന്നുമില്ലെങ്കിൽ നാട്ടുകാർ പങ്കെടുത്തില്ലെങ്കിൽ പോലും പുറത്തുനിന്നുള്ള തീർത്ഥാടക സംഘം, ഇപ്പം പറഞ്ഞ ആ തീർത്ഥാടകം മനസ്സിൽ മാത്രമായിട്ട് ഈ പറയുന്ന കണ്ടുകൊണ്ട് നമ്മൾ പറയത്തില്ലേ ഒരു മിഥ്യ എന്നൊക്കെ പറയത്തില്ലേ, ആ ഭാവത്തിൽ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ആ തീർത്ഥാടന പ്രവാഹം ഇപ്പം എവിടുന്നൊക്കെ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. ആ സംഭവം അവിടെ എത്തുമെന്നറിയാം ചിലപ്പോൾ മോൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അവിടെ എത്തുക തന്നെ ചെയ്യും. അപ്പം വലിയൊരു സംഭവം, ഒരു കച്ചവട മാർഗം ഇതിലൂടെ തന്നെ അവർക്ക് നേടാൻ കഴിയുകയും ചെയ്യും. പോക്കറ്റിൽ നല്ല രീതിക്ക് കാശ് വീഴുകയും ചെയ്യും. അതൊരു നല്ല രീതിക്കുള്ള വരുമാന മാർഗമാക്കി മുന്നോട്ട് പോകാനും അവർക്ക് കഴിയും. ഇത് തന്നെയാണ് ഈ പറയുന്ന ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഏത് കോമൺ സെൻസ് ഉള്ള മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. പണ്ട് കുറേ നമുക്കറിയാം യോഗ്യവര്യന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു, സമാധി സംഭവിക്കാറുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങളിലൊക്കെ പറയപ്പെടുന്ന അല്ലെങ്കിൽ കുറേയധികം കാര്യങ്ങളുണ്ട്. അതിനെയൊന്നും നമ്മൾ ഈ പറയുന്ന കീറി മുറിക്കാനോ അതൊക്കെ കത്ത കള്ളമാണെന്നോ തെറ്റാണെന്നോ ഒന്നും പറയാൻ പോകുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതുപോലെ ഗുണ്ട അല്ലെങ്കിൽ ഈ പറയുന്ന വെട്ടും കുത്തും കുറേയധികം കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്ത് ചുവട്ട് തൊഴിലാളിയൊക്കെ ആയിട്ട് നടന്ന് ഇങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ഗാർഹിക ജീവിതവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ വിരക്തിയിലോട്ട് മുന്നോട്ട് പോയിരുന്ന വ്യക്തിയൊന്നുമല്ല അദ്ദേഹം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഒരു ദിവസം ഈ പറയുന്ന നമ്മൾ ഇതില്ലാതെ തന്നെ പലവട്ടം കേട്ട് ഞാൻ തന്നെ പറഞ്ഞ് മരവിച്ചൊരു കാര്യമാണ്. കിടക്കൽ കിടന്ന് മൂത്രം ഒഴിക്കുന്നതിൻ്റെ പേരിൽ ആ അച്ഛനെ കുറ്റം പറഞ്ഞിരുന്ന മക്കളിപ്പം ആ അച്ഛനെ ഈ പറയുന്ന ദൈവമായിട്ട് പരിവേഷം നൽകുന്ന സമയത്ത് അതിനകത്ത് എന്ത് ലോജിക്കാണുള്ളതെന്ന് മാത്രം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇനി അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ അച്ഛൻ്റെ പരിശുദ്ധി നഷ്ടപ്പെടും അല്ലെങ്കിൽ അശുദ്ധമായി പോവും, ആരും കാണാതെ വേണം സമാധി നടത്താൻ എന്ന് പറഞ്ഞിരുന്ന വ്യക്തികൾ എവിടെയൊക്കെ നിന്നുള്ള സ്വാമിജിമാരടക്കമുള്ള ആൾക്കാരുടെ മുന്നിൽ വെച്ച് സമാധി നടത്തുന്ന സമയത്ത് അതിലൊരു വൈരുദ്ധ്യം ഉണ്ടാകുന്നുണ്ട്. കാരണം ആരും അറിയാതെ നടത്തേണ്ടിയിരുന്ന സമാധി എന്ന് മക്കള് വീമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് എല്ലാവരും അറിയുന്ന തരത്തിലേക്ക് കൊണ്ടുവന്ന് സമാധി നടത്താൻ അവർക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ ആദ്യമേ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വീണ്ടും അവശേഷിക്കുന്ന ഒന്നാണ്. പിന്നെ ഈ പറയുന്ന കണക്ക് വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന കണക്ക് തന്നെയാണ് ഇവരുടെ കാര്യം എന്ന് പറയുന്നത്. പല സമയത്തും പറയുന്നത് എന്തെന്ന് അവർക്ക് പോലും അറിയത്തില്ല. അവർ പറഞ്ഞത് എന്താണെന്ന് ഈ പറയുന്ന റെക്കോർഡ് ഇട്ട് കഴിഞ്ഞാൽ പോലും ഒരു മാറ്റി പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് അവരുടെ വർത്തമാനവും കാര്യങ്ങളും മൊത്തം പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്ന കണക്ക് മീഡിയയ്ക്ക് ഈ പറയുന്ന കണക്ക് മറ്റ് വാർത്തകളൊന്നും ഇല്ലാത്തത് കൊണ്ടെന്നല്ല, ഈ ഒരു സംഭവം ഇങ്ങനെയൊക്കെ അറിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിനൊരു ത്വര ഉണ്ടാവുമല്ലോ. നമ്മൾ പറയത്തില്ലേ ഒരു മാധ്യമ പ്രവർത്തനം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വാർത്തയെ മുന്നോട്ട് കൊണ്ടുവന്ന് ചുമ്മാ അതങ്ങ് ഇട്ടുകൊടുത്തിട്ട് അങ്ങ് പോവല്ലോ. അതിൻ്റെ അപ്ഡേറ്റ്സ് എങ്ങനെ പോകുന്നു, അതിൻ്റെ അവസാനം എന്തെന്നൊന്ന് അറിയിക്കുക എന്നുള്ളത് സത്യത്തിൽ കളിയാക്കിക്കൊണ്ടല്ല, ശരിക്കും മാധ്യമ പ്രവർത്തനം തന്നെയാണ്. ഇടയ്ക്കുള്ള അപ്ഡേറ്റ്സ് ഒക്കെ ഇടയ്ക്ക് അറിയിക്കുന്നതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ പോയിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ ഈ പോയി അന്വേഷിച്ചിട്ട് വരുന്നതൊക്കെ സംഭവമാണ്. പക്ഷെ ഈ മനുഷ്യൻ്റെ, അതായത് ഈ മോൻ്റെ ഇത്തരത്തിലുള്ള ഈ വർത്താനം പറയുന്നത് എങ്ങനെ അവർ സഹിച്ചു നിൽക്കുന്നു എന്നുള്ളത് മാത്രം മനസ്സിലാകുന്നത്. കാരണം കേട്ടിട്ട് നമുക്ക് പോലും സഹിക്കാത്ത കാര്യങ്ങളാണ്. എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയാണെന്നത് ഒന്നും അറിയത്തില്ല. കാരണം ഒരു മനുഷ്യനെങ്കിലും, ഒരു കാക്കക്കുഞ്ഞെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയായിരുന്നു തീർത്ഥാടന അല്ലെങ്കിൽ തീർത്ഥാടകരിൽ അക്ക കൂട്ടത്തിൽ നമുക്ക് പക്ഷിയിലെങ്കിലും കൂട്ടായിരുന്നു. അത് അതുപോലും ഒരു കാക്ക പോലും ചലിച്ചിട്ടില്ല. എന്നിട്ടാണ് പറയുന്നത് അച്ഛനെ കാണാൻ വേണ്ടി, അച്ഛനല്ല ദൈവമാണ്, ദൈവം ഗോപൻ സ്വാമിനെ കാണാൻ വേണ്ടി, ഗോപൻ ദൈവത്തിനെ കാണാൻ വേണ്ടി തീർത്ഥാടക പ്രവാഹമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന്. ആലോചിച്ച് നോക്കിയേ, എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കുന്നത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അതിന് പറയാം നമുക്കൊന്നും കാണാൻ കഴിയില്ലെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് അദൃശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അദൃശ്യമായിട്ടുള്ള ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ, ദൈവത്തിൽ അത്രയും അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊക്കെ ആ തീർത്ഥാടകരെ കാണാൻ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വിശ്വസിക്കാൻ ഇവിടെ ആൾക്കാരുണ്ടാകും എന്നതാണ് വാസ്തവം. അപ്പോൾ എന്തായാലും തുടക്കത്തിൽ ഞാൻ തുടങ്ങിയതുപോലെ തന്നെ എനിക്ക് സത്യത്തിൽ സ്റ്റാൻഡ് ഒന്നും കിട്ടിയില്ല. അവസാനം കിട്ടിയത് ഇതാണ്, എന്താണെന്ന് നിറത്തിൽ അവിടെ കിടന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.